ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ വണ്ടി 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 14 കിലോമീറ്ററായി. അപ്പോൾ ഈ കാറിനെ പറ്റിയിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വയലാട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അത് കേസായിട്ടാണ് വിട്ടത്. പക്ഷേ ഒരു മാസം മുന്നേ അവൈത്തെ ആ കേസിലുള്ള ഒരു ആൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നിന്നെ വെട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാനത് നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ഞാനത് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. CA സാറിനെ കണ്ടിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതും ആ കേസിലുള്ള ഒരാളാണ്. സ്റ്റാഫുകൾ ആയിട്ട് പ്രശ്നമുള്ള അതിലത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ്. അതും അവരുടെ ഒഫീഷ്യൽ നമ്പർ എന്നാണ് അവരെന്നെ വിളിച്ചിട്ടുള്ളത്. മഹേന്ദ്രയുടെ ഈ സ്റ്റാഫുകൾ വിളിക്കുന്ന ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് ആ ട്രൂ കോളറിൽ അപ്പോൾ ഇവിടെ വെക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. അവർ അവിടെ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. അവർ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ വയനാട്ടിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ഇപ്പോഴും അവിടെ ഉണ്ട്. എന്നിട്ട് ഇപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രൂഫായിട്ട് പറയണമല്ലോ. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഞാൻ വയനാട്ടിൽ നിന്ന് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇപ്പോഴും ഇടയ്ക്ക് ഓരോരുത്തർ വിളിച്ചിട്ട് നമ്മളെ തെറി വിളിക്കുക, നമ്മളെ വീട്ടിൽ കയറി വെട്ടെന്ന് പറയാ. അത് ഒഫീഷ്യൽ നമ്പറിന്ന്. അതാണ് വേറെ കോമഡി. ഒഫീഷ്യൽ നമ്പറിന്നാണ് അവർ വിളിക്കുന്നത്. എന്താ പറയാ എനിക്കറിയില്ല. എന്തായാലും ബാക്കിയുള്ളവർ സൂക്ഷിക്കുക, അത്രയ്ക്ക് പറയാനുള്ളൂ. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വണ്ടിയുടെ ഗുഡായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഫസ്റ്റ് ഞാൻ പറയുന്നത്. ഉള്ളി കയറി സംസാരിക്കുക ബാക്കി. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതിന്റെ ഹാൻഡിലിങ് ഭയങ്കര അടിപൊളിയാണ്. ഈ ഷേപ്പ് കണ്ടില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഈ ഷേപ്പ് കുറച്ച് അലമ്പാവെന്ന് വിചാരിച്ചു. തിരിക്കുമ്പോഴൊന്നും കറക്റ്റ് ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഓടിച്ച് കംഫർട്ട് ആയപ്പോ നൈസാണ്. കട്ട് ചെയ്യാനും ഒക്കെ അടിപൊളി ഈ ഒരു ഹാൻഡിലാണ്. ചെക്ക് ടയർ ഡയറക്ഷൻ കണ്ട. നമ്മളിപ്പോ ടയർ 7 ഡയറക്ഷനിലാന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ അടുത്ത ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് മാറ്റണ സംഭവങ്ങൾ. എയറോപ്ലെയിൻ്റെ നമ്മുടെ ഈ സാധനം മാറ്റണ പോലെയാണ് ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ന്യൂട്രല്, റിവേഴ്സ്, ഡ്രൈവ്. ഇത് നല്ല രസമാണ് ഇങ്ങനെ മാറ്റാൻ. പിന്നെ ഇതിൻ്റെ കീ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചെറിയ കീ ആണ്. പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്ക്രീനാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ സൺറൂഫ് നൈസാണ്, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ ലൈറ്റിങ്ങും നല്ല നൈസായിട്ട് തോന്നി. പിന്നെ ഗൈസ് ഇതില് ഒരു ഇത് വരുന്നുണ്ട്, മിറർ. അതിന് ലൈറ്റ് ഒക്കെ എത്തും കണ്ട. നല്ല നൈസ് മിററാണ്. അതും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഈ സ്വിച്ച് കണ്ട, ഈ ഇഡിയോട്ടിന്റെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മള് ഈ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കയറണം തോന്നി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്പോർട്ട് മോഡിക്ക് പോയിട്ട് ഒരു 10 സെക്കൻഡ് സ്പീഡാവും. അപ്പൊ നല്ല യൂസ്ഫുൾ ആണ്. ഈ മിറർ ഇല്ല, ഈ മിററിൽ ഒരു ചെറിയൊരു സംഭവം, അത് നമ്മളെ ബാക്കിൽ വല്ല വണ്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ലൈറ്റ് എത്തും. അഡാസിൽ ഉൾപ്പെടുന്ന സാധനം തോന്നുന്നുണ്ട്. അത് നല്ല ഫീച്ചറാണ്. കാരണം ബാക്കിൽ നമ്മളിപ്പോ ഫുൾ മിറർ നോക്കും, പക്ഷെ പെട്ടെന്ന് വല്ല വണ്ടിയൊക്കെ കയറി വരാണെങ്കിൽ ഇവിടെ ഒരു മഞ്ഞ ലൈറ്റ് എത്തും. നല്ല ഫീച്ചറാണ്. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിന്റെ റിവേഴ്സ് പാർക്കിങ്ങിന്റെ ക്യാമറ ഇതൊക്കെയാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്ക് മിററിക്ക് നോക്കന്നെ വേണ്ട. നമ്മള് ഇത് കണ്ടില്ലേ, ഈ പച്ച, ഈ 2 പച്ചയാണ് വണ്ടി. ഇപ്പോ ഞാനൊന്ന് നീക്കി കഴിഞ്ഞാൽ ഈ നീല കണ്ട, ഈ നീലാണ് ഇപ്പൊ ഞാൻ ഹാൻഡിൽ തിരിക്കുന്നത്. ഞാനിപ്പോ മിറർ തന്നെ നോക്കാറില്ല, ഫുള്ള് ഈ ക്യാമറ നോക്കിയിട്ടാണ് ഫുള്ള് ചെയ്യാറ്. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ആണ്. ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 16 സ്പീക്കർ ഉണ്ട് നമ്മുടെ ഹാർമന്റെ. അത് ഭയങ്കര അടിപൊളിയാണ്. എന്നുവെച്ചാൽ കുറെ മോഡ് ഉണ്ട് ഇതിൽ. പിന്നെ ഒക്കെ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ റഹ്മാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതില് മ്യൂസിക് സിസ്റ്റം ഭയങ്കര പക്കയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഇതിൽ കണ്ട, ഇവിടെ ആംബിയന്റ് ലൈറ്റ് കണ്ട, നൈറ്റ് ആകുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഫുള്ളൊരു പള്ളിപ്പെരുന്നാള് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും നല്ല ഇഷ്ടമാണ് ഫുള്ള് ലൈറ്റ് ആയിട്ട് പോകാനൊക്കെ. പിന്നെ ഇതിന്റെ AC ക്ലൈമറ്റ് സിസ്റ്റം, പിന്നെ എയർ വെന്റിലേഷനും അടിപൊളിയാണ്. ഈ സ്വിച്ച് കണ്ട്, ഇത് ഒരു സംഭവം ഉണ്ടല്ലേ, ഇത് അമർത്തി കഴിഞ്ഞാൽ എയർ വെന്റിലേഷൻ. ഫ്രണ്ടിലത്തെ 2 സീറ്റിനും എയർ വെന്റിലേഷൻ ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബാക്കിക്ക് ഭയങ്കര ഒരു കുളിർമ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഈ AC വെൻസ് ആയാലും മൊത്തം ഭയങ്കര കറക്റ്റ് ആയിട്ടാണ് കൊടുത്തുള്ളത് എല്ലാ സ്ഥലത്തും. പിന്നെ മെയിൻ കാര്യം വിട്ടുപോയി, ഇതിന്റെ പവർ ഭയങ്കര പവറാണ്. നമുക്ക് സ്പോർട്ട് മോഡിക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ടിൽ തന്നെ ഭയങ്കര പവർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൽ പവർ സെയിം മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ട്. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇത് പവർ സെയിം മോഡിൽ ഇടാൻ നല്ലത് ഈ വണ്ടി. കാരണം ഇവിടുന്ന് ഇപ്പൊ കോഴിക്കോടേക്ക് പോകുന്ന റോഡിലൊന്നും ഒരാളില്ല. അപ്പോൾ ഈ വണ്ടിയിൽ 100-120 എത്തണം അറിയില്ല. അപ്പൊ പവർ സെയിം മോഡ് ഇടാണെങ്കിൽ മാക്സിമം ഒരു 90 വരെ എത്തുള്ളൂ. അവിടുത്തെ ലിമിറ്റ് എനിക്ക് തോന്നുന്നത് 90 ആണെന്ന് തോന്നുന്നുണ്ട് സ്പീഡ്. അപ്പോൾ അതിലിട്ട് ഓടിക്കുമ്പോൾ കുഴപ്പമില്ല. മറ്റേ ഡിഫോൾട്ടിലൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ സ്പീഡ് കയറി പോവും. പിന്നെ കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ പവർ സെയിം മോഡ് ഇടാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ബാറ്ററിയും അതേപോലെ ഡ്രെയിൻ ആവില്ല ഗൈസ്. അപ്പൊ ഇനി നമുക്ക് നെഗറ്റീവ്സിൽ
നെഗറ്റീവ്സിലേക്ക് പോവാ. നെഗറ്റീവ്സിലേക്ക് പോവാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിന്റെ സംഭവം. ഒന്നാമത് ഞാൻ കേസൊന്നും യൂസ് ചെയ്യാറില്ല എൻ്റെ ഫോണിന്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ വണ്ടി കാണാം ഇപ്പോൾ ചാർജ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി ഒന്ന് പോയി തുടങ്ങി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ചാർജ് കട്ടാവും. കണ്ട ഇതിപ്പോൾ കേസ് ഇട്ട ആൾക്കാർക്ക് ഇത് തന്നെ പ്രശ്നം. ഞാൻ കേസ് ഇടാത്ത എനിക്ക് ഒന്നുകൂടിയും ഇളക്കം വരും. ഇതൊക്കെ തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കണമായിരുന്നു ഈ സംഭവം. ഇത് ഇത്രയും ഗ്യാപ്പ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഇടയ്ക്ക് ടെസ്റ്റ് കയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും ഇടയ്ക്ക്. അത് ഞാൻ ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. സർവീസിന് പോയപ്പോൾ അത് പറഞ്ഞു ഈ ടെസ്റ്റ് കയറുന്ന കാര്യം. അപ്പോൾ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതേ സെയിം അവസ്ഥയാണ്. കുറച്ച് നേരം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് കയറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഗൈസ് കണ്ടില്ലേ ഈ ഒരു മെസ്സേജ് കണ്ട, ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. ഈ ഒരു സംഭവം എപ്പോഴും ഉണ്ടാവും. കാരണം ഞാനിതിപ്പോൾ ഫോൺ ഇവിടെ വെക്കാറില്ല. ഞാൻ അത് കാരണം ഇപ്പോൾ വയറ് മേടിച്ച് ചാർജ് ചെയ്യാൻ. കണ്ട ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ 2 പോർട്ട് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് മെയിനായിട്ട്. കാരണം അതിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാനിത് ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൊരു പോർഷൻ ഉണ്ട് കണ്ടില്ലേ, ഇവിടെ ഞാൻ വെക്കും. പിന്നെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാർജ് ആയിട്ടും ഓണായിട്ടും ഓഫായിട്ട് ഇരിക്കും. അത് കാരണം ഇതിൻ്റെ അടിയിലാണ് ഞാൻ ഇപ്പോൾ ഫോൺ വെക്കാറ്. പിന്നെയുള്ള നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഇല്ലേ, സ്ക്രാച്ച് ആവാൻ ടെൻഡൻസി ഉള്ള ഏരിയ ആണ്. പെട്ടെന്ന് സ്ക്രാച്ച് ആവും. കണ്ട് ഇവിടെ തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെ മാക്സിമം എന്തെങ്കിലും ഒട്ടിക്കാവും നല്ലത്. ഞാൻ ഒട്ടിക്കാതെ കാരണം കുറേ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ ഗൈസ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതിന്റെ ബാക്ക് സീറ്റാണ്. കാരണം ബാക്ക് സീറ്റിൽ സ്പേസ് കുഴപ്പമില്ലാണ്ട്, പക്ഷെ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കുലുക്കാണ്. ഇപ്പൊ ഫ്രണ്ടിലത്തെ 2 സീറ്റിന് ആ പ്രശ്നമില്ല. പക്ഷെ ബാക്കിലിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞുള്ള സംഭവമാണ്. കാരണം നമ്മള് ബാക്കിൽ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ തല ഇറങ്ങുന്നവർ. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് അത്ര ഉണ്ടായിട്ടില്ല. എനിക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ. പക്ഷെ എല്ലാവർക്കും 10 പേര് കയറി കഴിഞ്ഞാൽ ഒരു 8 പേർക്ക് ഈ പ്രശ്നമുണ്ട്. ബാക്കിൽ ഇരിക്കുമ്പോൾ ഭയങ്കര കുലുക്ക ഫീൽ ചെയ്യണത്. ഫ്രണ്ട് പക്ഷെ 2 സീറ്റും പക്കയാണ്. അതാണ് ഇപ്പൊ 5 ആളായിട്ടൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ അടിയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു വണ്ടി എടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചത് പുതിയ വണ്ടി ആയതുകൊണ്ട് വണ്ടിയുടെ സ്മെല്ല് കാരണം തലവേദന വരിക എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അത് പ്രോബ്ലം ഉണ്ട് ബാക്ക് സീറ്റിൽ. മെയിനായിട്ട് വളവൊക്കെ ഉള്ളപ്പോഴാണ് മെയിനായിട്ട് ഉണ്ടാവുക. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കുറെ പോകുമ്പോൾ വലിയ കുലുക്കങ്ങൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഹെയർ പിന്ന് അല്ലെങ്കിൽ വല്ല വളവുള്ള റോട്ടിക്കോടൊക്കെ പോകുമ്പോൾ വണ്ടി കിടന്ന് ഇങ്ങനെ ബാക്കിൽ ഞാനിരിക്കുമ്പോഴും ഭയങ്കര കുലുക്കം എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ 2 ആൾക്ക് പോവുകയാണെങ്കിൽ സുഖമാട്ടോ. 2 ആൾക്ക് പോവുകയാണെങ്കിൽ സെറ്റായിട്ട് പോവാ. ഈ സാധനമൊക്കെ വെച്ചിട്ട് ഭയങ്കര നൈസായിട്ട് പോവാ. പക്ഷെ കുലുക്കങ്ങൾ വന്നാലേ പ്രശ്നം. കുലുക്കങ്ങൾ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പറയാനുള്ള ഈ ഡോർ ഹാൻഡിലാണ്. ഇത് നോർമൽ ഡോർ ഹാൻഡിൽ വെച്ചാൽ മതിയായിരുന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പുൾ ടു ഓപ്പൺ എന്നുള്ള സംഭവം മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ അടയ്ക്കുമ്പോൾ എല്ലാവരും ആ ഒരു വള്ളി വെച്ചിട്ടാണ് അടയ്ക്കുക. ശരിക്കും അതിന്റെ മേലത്തെ പോർഷൻ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഇതിന്റെ റേഞ്ചിന്റെ സംഭവമാണ്. ഇതിപ്പോ നമ്മൾ സിറ്റിയിൽ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ 500 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഇതിപ്പോ ഹൈവേക്ക് എടുക്കുകയാണെങ്കിൽ ആണ് പണി വരുന്നത്. കാരണം ഹൈവേയിൽ നമ്മൾ റീജനറേഷൻ, ഇതിന് മെയിനായിട്ട് ഇതിന്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ എനർജി സേവ് ആവും, പവർ സേവ് ആവും. നമ്മളിപ്പോൾ ഹൈവേയിൽ പോകുമ്പോൾ ഈ റീജനർ നടക്കണില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് പോവല്ലേ. അത് കാരണം ഭയങ്കര ഷോർട്ടാണ് ഈ മൈലേജ്. മൈലേജ് മീൻസ് കിലോമീറ്റർ. അത് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. കാരണം ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത്. അപ്പോൾ 300 കിലോമീറ്ററിന്റെ അടുത്ത് 300 കിലോമീറ്ററും കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ അത്ര സ്പീഡിൽ പോയിട്ടില്ല. ഒരു 80-90 നമ്മുടെ നോർമൽ ഹൈവേയുടെ കിലോമീറ്ററിലാണ് നമ്മൾ പോയത്. എന്നിട്ട് വരെ നമുക്ക് അത്ര കിട്ടണുള്ളൂ. ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഷോർട്ടായിട്ട് തോന്നി കിലോമീറ്റർ. പിന്നെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലത്തെ ഈ AC-യുടെ വെന്റിലേഷനാണ്. ഇത് പെട്ടെന്ന് ചളി പിടിക്കുന്ന സംഭവമാണ്. നമ്മൾ എത്ര തുടച്ചാലും പെട്ടെന്ന് ചളി വരും. കാരണം ഇത് ഓപ്പൺ ആയിട്ടുള്ള സംഭവമായതുകൊണ്ടേ പെട്ടെന്ന് ചളി പിടിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചാർജിങ് സ്റ്റേഷൻസിന് പറ്റിയിട്ടാണ്. കാരണം കുറെ സ്ഥലത്ത് ഇപ്പം നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ ചാർജിങ് സ്റ്റേഷൻസ് കാണും. പക്ഷെ അതിൽ കുറെ ഒന്നും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ചിട്ടാവും ലാസ്റ്റ് അത് ഓൺ ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺ ആവേ ഇല്ല. പിന്നെ മെയിനായിട്ട് ഈ KCBയുടെ ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും പെടും. കാരണം ഞാൻ പോയടത്തൊക്കെ വർക്ക് ചെയ്യാണ്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, വള്ളറ്റിൽ നമ്മൾ റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ആദ്യം ഒരു 100-200 രൂപ ഇട്ട് നോക്കുക. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ബാക്കി ഇട്ടാൽ മതി. കാരണം എൻ്റെ ഒരു 1000 രൂപ 1000
2000 രൂപ KCBയുടെ ചാർജിങ്ങിൽ എടുക്കുന്നുണ്ട് ഒരു യൂസും ഇല്ലാണ്ട്. കാരണം വർക്ക് ചെയ്യുന്നില്ല KCBയുടെ. ഇപ്പോൾ ഞാൻ പോയടത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല, എല്ലായിടത്തും മെയിൻ്റെനൻസ് ആയിട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് അവിടെ കാണിച്ചിട്ടില്ല, അവിടെ ലൈറ്റൊക്കെ കത്തുണ്ടായിരുന്നു, പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഓണാക്കിയത്, അവിടുത്തെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് അതൊരു പ്രാവശ്യം ഓണാക്കി. പക്ഷേ ഒരു മിനിറ്റ് ചാർജ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഓഫ് ആവുക. അപ്പം അങ്ങനെ KCBയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബാക്കിയുള്ള ചാർജിങ് സ്റ്റേഷനും ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയാൽ പോലും ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓരോ ചാർജിങ് സ്റ്റേഷനിൽ ഓരോ ആപ്പാവും. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ട, ഇവിടെ നിന്ന് തൊട്ടിട്ട് കണ്ട 1 2 3 4 5 6 7 ആപ്പാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഈ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. കാരണം ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഏതാ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. അത് കാരണം നമ്മളെല്ലാത്തും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഇനിയും ഉണ്ടെന്നുണ്ട് ചാർജിങ്ങിൻ്റെ ആപ്പുകൾ, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കും നമ്മുടെ ഇതിൽ കുറേ ആയിട്ട്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾ ഈ വണ്ടി 10% താഴെ ബാറ്ററി ആയിട്ട് നിങ്ങൾ വീട്ടിലിടുകയാണെങ്കിൽ അത് ഡ്രെയിനായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ട്. ടൈമിലാണ് ഒരു 2 ആഴ്ച എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. വീട്ടിൽ ചാർജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ ഞാൻ തലേ ദിവസം വന്നിട്ട് വണ്ടി ഒരു 8-9% പാർക്ക് ചെയ്ത് നിർത്തി. രാവിലെ എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാൻ വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ രാവിലെ എടുത്തില്ല, ഒരു ഉച്ചയാകുമ്പോൾ എടുക്കുമ്പോൾ ഫുൾ ഡ്രെയിൻ ആയിട്ട് സീറോയിൽ നിൽക്കുക, ചാർജറും വീട്ടിലില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ചാർജറൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു 10% താഴൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടി. ഫോണിൽ നമ്മൾ ഇപ്പോൾ ചാർജ് കുറവാണെങ്കിൽ ചിലപ്പോൾ ഡ്രെയിനായി പോകില്ല മെല്ലെ മെല്ലെ. അതേപോലെ സംഭവം ഓഫാക്കിയിട്ടാണ് കാറ്, പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും ഫുള്ള് ഡ്രെയിനായി പോയി. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ രാത്രി സമയത്ത് വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്തത്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചാർജർ ഫസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ ചാർജർ സെറ്റ് ചെയ്തത് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. 3 ഫേസ് ആക്കണം എന്നൊക്കെ അപ്പോഴാണ് പറയണത്. അത് നമുക്കറിയില്ല. 3 ഫേസ് ആക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇലക്ട്രിസിറ്റിയിലൊക്കെ പോയിട്ട് കുറച്ച് ടൈം എടുക്കും. ഞാൻ വിചാരിച്ചത് ചാർജർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറുന്ന വിചാരിച്ചു. എന്റെ വീട്ടിൽ 3 ഫേസും ആയിരുന്നില്ല. അത് എന്റെ ഫോൾട്ട് മാത്രമല്ല, അവരുടെ ഫോൾട്ടും കൂടി ഉണ്ട്. അവർ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ ചാർജർ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ വേറെ നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന്റെ സംഭവമാണ്. ടയർ ഇപ്പോൾ ഇതാണല്ലേ 11,000 കിലോമീറ്റർ ഓടി. ഇപ്പോഴത്തെ എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2000 കിലോമീറ്റർ ആകുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ 10,000-ലും ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ കമ്പനിയിൽ ചോദിച്ചപ്പോൾ ആ കൂടിയിട്ട് 20,000 25,000 വരെ ഓടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ടയർ, ഈ ഒരു ടയറിന് തന്നെ 25,000 രൂപ ഉണ്ട് ഒരു ടയർ മാറ്റാൻ. അപ്പോൾ ഇത് മൊത്തം മാറ്റി വരുമ്പോൾ 1,00,000 രൂപയാവും ഈ ടയർ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പെട്രോള് അടിക്കാണ്ട് നമ്മൾ സേവ് ചെയ്ത പൈസ ഒക്കെ ഈ ഒരു ടയറിൽ പോകും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സർവീസിന്റെ കാര്യമാണ്. സർവീസ് നമ്മൾ ഇറാം മോട്ടേഴ്സ് തൃശ്ശൂരിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ വയലാട്ട് പോയുള്ള അറ്റ്മോസ്ഫിയറേ അല്ല. കാരണം വയലാട്ടിൽ പോയപ്പോൾ നമുക്ക് ആർക്കും നമ്മളൊരു മൈൻഡില്ല. നമ്മൾ എന്തിനു വേണ്ടി വന്ന പോലത്തെ ഫീലിംഗ് ആയിരുന്നു ഫസ്റ്റ് തൊട്ടിട്ടേ. കാരണം കയറി പൊട്ടിട്ട് ഒരാളെ നമുക്ക് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ഇറാമിൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇറാമിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേക്ക് വന്നിട്ട് എന്താ സർവീസ് ആണോ അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ വന്നതാണോ, അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു അവരുടെ. പിന്നെ എല്ലാവരും ഭയങ്കര, അവർ കാണുമ്പോൾ തന്നെ ഒരു സ്മൈലുണ്ട് അവരുടെ ഫേസിൽ. അത് കാണുമ്പോൾ നമുക്കൊരു നല്ല വൈബാണ്. പക്ഷെ വയലാട്ടിൽ പോയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവിടുത്തെ സർവീസ് ആയാലും 2 സർവീസ് കഴിഞ്ഞു. 2000-ലുണ്ടായിരുന്നു, പിന്നെ 10,000-ലുണ്ടായിരുന്നു. 2 സർവീസും നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു സർവീസിന്റെ ടൈമിൽ. അതൊക്കെ സോൾവ് ആക്കി തന്നു. ആ കൂടി പ്രശ്നം സോൾവ് ആക്കുന്നത് മറ്റേ ചാർജിങ്ങിന്റെ സംഭവം. അതെനിക്ക് അവരെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നുണ്ട്. കാരണം അത് ഡിസൈനിന്റെ ഒരു ഫോൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. സർവീസ് എന്തായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ്സും. അപ്പോൾ എന്തായാലും പക്ഷേ എനിക്ക് ഓവറോൾ വണ്ടി ഭയങ്കര ഇഷ്ടമായി. സംഭവം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. ആ കൂടിയിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.